എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. വളരെ യാദൃശ്ചികമായി സയന്റിസ്റ്റുകൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട മരുന്നുകൾ പോലെ PP405 പോലെയോ അല്ലെങ്കിൽ ബ്രിൻസോളോ പോലെയോ ഒന്നും അല്ല. അതെന്താ അങ്ങനെയല്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ PP405 പെലാജിയ ഫാർമ ഫണ്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ ഫണ്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ഭയങ്കര ഹൈപ്പ് കൊടുക്കും PP405. അങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾ വാങ്ങുകയും ചെയ്യും. അത് മാത്രമല്ല അവർക്ക് ഇൻവെസ്റ്റേഴ്സിന് കിട്ടും എന്നുള്ളൊരു രീതിയിലാണ് അത് അവർ PP405 ഒരു മെക്കാനിസം. പക്ഷെ അതിന്റെ മെക്കാനിസം നോക്കുമ്പോൾ നമ്മുടെ മിയോസിഡിന്റെ മെക്കാനിസത്തിന്റെ അടുത്ത് പോലും എത്തുന്നില്ല. PP405 മെക്കാനിസം ആണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെയാണ് ബ്രീസിലർ പിന്നെയും കുഴപ്പമില്ല, ബട്ട് മെക്കാനിസം ടോട്ടലി ഡിഫറെന്റ് ആണ്. ബട്ട് എങ്കിൽ പോലും ഈ ഹൈപ്പ് കൊടുക്കുന്നതൊന്നും അല്ല ആക്ച്വലി അവര് എന്താണ് ആക്ച്വൽ റിയാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവര് എഫിക്കസി എന്ന് പറയുന്നത്. പക്ഷേ സയന്റിസ്റ്റ് യാദൃശ്ചികമായി, അതായത് ആക്ച്വലി ഇവർ ചിന്തിച്ചിട്ടുണ്ടായില്ല ഈ ഒരു മരുന്ന് ഇറക്കണമെന്ന്, ഞാൻ പറയാൻ പോകുന്ന മരുന്ന്. പക്ഷെ യാദൃശ്ചികമായി അവർ വേറൊരു ടെസ്റ്റുകളെ ഇടയിൽ അവർ കണ്ടുപിടിച്ചു 2DDR എന്ന് പറയുന്ന 2-deoxy D-ribose എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2-deoxy D-ribose എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ ഒരു 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 എന്താ പറയാ ഒരു ഇതാണ് ഒരു അതിന്റെ ഒരു വകഭേദമാണ് 2-deoxy D-ribose എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിന്റെ ഒരു ആക്ച്വലി പറയുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് ഹെയർ വരുത്തുന്നത്? ഇവര് കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് ഗ്ലൂക്കോസിനെ ആക്ച്വലി, അതായത് 2-deoxy D-ribose ആക്ച്വലി അവര് ആൽജിനേറ്റ് ജെല്ലാക്കി മാറ്റി. ആ ജെല്ലാക്കി മാറ്റിയിട്ട് അവര് ടോപ്പിക്കലായിട്ട് തലയിൽ അപ്ലൈ ചെയ്തു. അവർ അപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് കാണാൻ പറ്റിയത് എന്താ വെച്ചാല് വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു VEGF എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ട്. ഈ ഗ്രോത്ത് ഫാക്ടറാണ് നമ്മൾ യൂഷ്വൽ സിനാരിയോസിൽ നമ്മളൊക്കെ ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. ഈ VEGF എന്നുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻക്രീസ് ആകുമ്പോൾ അവിടെ നമുക്ക് കൂടുതലും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് പുറത്തു വിട്ടുള്ളൂ. ഇപ്പൊ VEGF കൂടണം, എന്നാലേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതായത് ഒന്നാമത് ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്ലഡ് വെസൽസ് ഇൻക്രീസ് ചെയ്തു, ന്യൂ വാസ്കുലറൈസേഷൻ ഉണ്ടാവുന്നു. അതായത് പുതിയ വെസൽസ് ഉണ്ടാവുന്നു, ഒരു ഹെയറിന് ചുറ്റും പുതിയ വെസൽസ് ഉണ്ടാവുന്നു. അതിന്റെ കൂടെ തന്നെ VEGFന്റെ അളവ് വളരെയധികം കൂടുന്നുണ്ട്. VEGF കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് നിമിഷ നേരം കൊണ്ട് മീൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. VEGF, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അങ്ങനെ കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ VEGF ഭയങ്കരമായിട്ട് കൂടുന്നത് കണ്ടുവരും. അപ്പൊ ഇവര് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇവര് ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തി. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 90% ഓഫ് ദ എഫക്ട് ഓഫ് മിനോക്സിഡിൽ ഇതിന് കിട്ടുന്നുണ്ട് വിത്തൗട്ട് എനി സൈഡ് എഫക്ട്. ഹോർമോൺസിനെ തൊടാതെ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കാതെ, മിനോക്സിൽ പോലെ ഇഷ്യൂസ് ഒന്നും, മിനോക്സിലിന്റെ ഇഷ്യൂസുകളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ അതിന് 90% റിസൾട്ടും ഈ സാധനത്തിന് 2DDR കിട്ടുന്നുണ്ട്. അപ്പൊ 2DDR എന്ന് പറയുന്ന സാധനം അങ്ങനത്തെ ഒരു സാധനമാണ്. അത് ആരും അറിഞ്ഞിട്ടില്ല, റീസെന്റ് കണ്ടുപിടിച്ചതാണ്, വളരെ റീസെന്റ് ആയിട്ടുള്ളൂ. എനിക്കൊന്ന് മലയാളത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഞാനാണ് ആദ്യമായിട്ട്. അപ്പോ ഇത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ പറ്റി ഇനി ആമസോണിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ വല്ല സൈറ്റിലൊക്കെ നോക്കുമ്പോൾ 2DDR ജെൽ അല്ലെങ്കിൽ മറ്റേ PP405 സിറം എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊന്നും വാങ്ങരുത്, അതൊക്കെ ഫേക്ക് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ പോലും അതൊന്നും FDA അപ്രൂവ് ആക്കി പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അവർക്ക് മരുന്നാക്കി ഇറക്കണം. ആ മരുന്നാക്കി ഇറക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രൂവൽ വേണം. ആ അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടില്ല. 2DDRന് പോലും കിട്ടിയിട്ടില്ല, PP405 കിട്ടിയിട്ടില്ല, ഫൈനലി അപ്രൂവ് ആയി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആളുകൾ ഇങ്ങനത്തെ ഓരോ റിസർച്ച് വരുമ്പോൾ അതിന്റെ പേരിൽ മരുന്ന് ഇറക്കി അവർ ലാഭം ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. 2DDR ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. അത് വൈകാതെ ഇറങ്ങും. 2028 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും എന്നാണ് പറയുന്നത്. നോക്കാം. കാരണം ഇത് ഫണ്ടിങ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ രീതിയിൽ ഒരു കുറച്ച് സയന്റിസ്റ്റുകളാണ്. അപ്പൊ അധികം ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യം. ഇങ്ങനത്തെ ഹെയറിനെ പറ്റിയുള്ള ഈ ഡീറ്റെയിൽസും നമ്മളെ SCT ട്രീറ്റ്മെന്റിനെ പറ്റി അറിയാനും, അതേപോലെ ഇതേപോലത്തെ ന്യൂ ആയിട്ടുള്ള ഓരോരോ എന്താ പറയുക സയന്റിഫിക് ആയിട്ടുള്ള ഹെയറിനെ ബേസ്ഡുള്ള സ്റ്റഡീസിനെ പറ്റി അറിയാനൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ചെയ്യുക. താങ്ക് യു.